ഇസ്രയേലിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹമാസ് ഗാസയുടെ നിയന്ത്രണം വീണ്ടും പിടിച്ചെടുത്തത്. ഏതാണ്ട് 7000-ഓളം ഹമാസ് ഭീകരവാദികൾ ഗാസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഗാസ സിറ്റി മുഴുവൻ തന്നെ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ്. ഇത് ഇസ്രയേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി ഇസ്രയേൽ കരുതിയിരുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. അത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അധിനിവേശ കാലത്ത് ഇസ്രയേലിനെ സഹായിച്ചവരെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഹമാസ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹമാസിന്റെ ഭാവിയെ ചോദ്യം ചെയ്യാൻ ഇടയുള്ളവരെയെല്ലാം ഇസ്രയേൽ ചാരന്മാർ എന്ന നിലയിൽ വകവരുത്തുകയാണ്. വലിയ തോതിൽ ഗാസ സിറ്റിയിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച നമ്മുടെ നാട്ടിലെ ഹമാസ് പിന്തുണക്കാർ ഒന്നും തന്നെ ഇപ്പോൾ രംഗത്തിൽ. അവരൊക്കെ ഹമാസ് ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് നിശബ്ദത പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ നിരാശപ്പെടുത്തിയത് ഹമാസ് അവിടെയുള്ള ആഭ്യന്തര ലഹള പരിഹരിക്കുകയാണ് എന്ന തരത്തിൽ ട്രംപ് നടത്തിയ പരാമർശമായിരുന്നു. ട്രംപിനെ പേടിയുള്ളതുകൊണ്ട് ഇസ്രായേലിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഗാസയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ നാടകീയമായ ഒരു ചുവടുമാറ്റം ട്രംപ് നടത്തിയിരിക്കുന്നു. ഹമാസ് ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണ്, അത് അവസാനിപ്പിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ട്രംപിന്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല. ഹമാസ് ഗസയിലെ ക്രമസമാധാനം സംരക്ഷിക്കുകയാണ്, അവിടെയുള്ള ആഭ്യന്തര കലാപം അടിച്ചമർത്തുകയാണ് എന്ന നിലപാടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകി ട്രംപ് പ്രഖ്യാപിച്ചത് ഹമാസ് ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്നു, അത് ഞങ്ങൾ നോക്കി നിൽക്കില്ല. നിരവധി സാധാരണക്കാരായ മനുഷ്യരെ ഹമാസ് കൊന്നൊടുക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ഫലസ്തീനുകളെ കൊല്ലുന്ന ഹമാസിനെ ഞങ്ങൾ കൊല്ലും. ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നു, നന്ദി എന്ന് പറഞ്ഞാണ് ട്രംപ് രംഗത്ത് വന്നത്. ഇത് ഇസ്രായേലിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ട്രംപ് കേൾക്കുന്നുണ്ട് എന്നത് ഇസ്രായേലിന്റെ ഭാവി പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു.